ബീഹാറിൽ നിതീഷ് എന്ന അധ്യായത്തിന് അന്ത്യമായി. ഇനി ഒരിക്കലും ബീഹാറിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്താനാവാത്ത വിധത്തിൽ നിതീഷിന്റെ പേര് പോലും ബീഹാറിന്റെ മണ്ണിൽ നിന്നും തുടച്ചു മാറ്റപ്പെട്ടു. ആശിച്ച് മോഹിച്ച് ഒരിക്കൽ കൂടി പൊരുതി നേടിയ വിജയം സ്വന്തം ഇഷ്ടപ്രകാരമല്ലെങ്കിൽ കൂടിയും വെച്ചൊഴിയേണ്ടി വന്ന ഗതികെട്ട അവസ്ഥയിലാണ് നിതീഷ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. 10ാമതും ബീഹാറിന്റെ താക്കോൽ കൂട്ടം ഏറ്റുവാങ്ങിയപ്പോൾ നിതീഷ് അറിയാതെ പോയിരുന്നു BJP കൃത്യമായി എഴുതി തയ്യാറാക്കിയ രാഷ്ട്രീയ ചതുരംഗ കളിയിലേക്കാണ് എടുത്തു ചാടുന്നതെന്ന്. 2020 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉജ്ജ്വല വിജയം കൈവരിച്ച നിതീഷിന്റെ നേട്ടത്തെ BJP വളരെ അസൂയയോടെയാണ് നോക്കിക്കണ്ടത്. 2020 തന്നെ നിതീഷിനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് വലിച്ചു താഴിടാൻ BJP സകല അഭ്യാസങ്ങളും പയറ്റി തുടങ്ങിയിരുന്നു. പക്ഷേ അത് ഫലത്തിൽ വന്നത് ഇത്തവണയാണെന്ന് മാത്രം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ രാജ്ദീപ് സർദേശായി ബീഹാറിന്റെ അധികാര കൈമാറ്റത്തിന്റെ അണിയറ കഥകളെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ആ തിരക്കഥയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞ് രാജ്യസഭയിലേക്ക് പോകാൻ തീരുമാനിച്ചത് വലിയ ചർച്ചയായിരുന്നു. എന്നാൽ ഇത് അദ്ദേഹം സ്വയം എടുത്ത തീരുമാനമല്ല എന്നതാണ് വാസ്തവം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയിലിരുന്ന് മാസങ്ങൾക്ക് മുൻപേ ചരട് വലിച്ചതിന്റെ ഭാഗമായിട്ടാണ് നിതീഷിന്റെ സ്ഥാനമാറ്റമുണ്ടായത്. അതോടുകൂടി പാട്നയെ സ്വന്തം ഭരണത്തിന് കീഴിൽ കൊണ്ടുവരിക എന്ന BJPയുടെ ദീർഘകാല സ്വപ്നത്തിലേക്കുള്ള വഴിയിലെ അവസാന തടസ്സവും നീക്കപ്പെട്ടു. ഈ തന്ത്രത്തിൽ അമിത്ഷായ്ക്ക് കൂട്ടുനിന്നത് നിതീഷ് കുമാറിന്റെ സ്വന്തം പാർട്ടിയായ JDUവിലെ പ്രമുഖ നേതാക്കളായ ലലൻ സിംഗും സഞ്ജയ് ഝായുമാണ് എന്നതാണ് വിരോധാഭാസം. JDU നേതാക്കളാണെങ്കിലും ഇവർക്ക് നിതീഷിനേക്കാൾ അടുപ്പം ഇപ്പോൾ BJP നേതൃത്വത്തോടാണ്. തന്റെ മകൻ നിശാന്ത് കുമാറിനെ രാജ്യസഭയിലേക്ക് അയക്കാമെന്ന നിതീഷിന്റെ നിർദ്ദേശം പോലും വെട്ടിമാറ്റിയാണ് അദ്ദേഹം തന്നെ ഡൽഹിയിലേക്ക് വരണമെന്ന നിലപാട് BJP സ്വീകരിച്ചത്. ഇതിനർത്ഥം ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്ന് നിതീഷ് കുമാറിനെ പൂർണ്ണമായും മാറ്റി നിർത്തുക എന്നത് BJP നേതൃത്വത്തിന്റെ കടുത്ത തീരുമാനമായിരുന്നു എന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിതീഷ് കുമാറും തമ്മിലുള്ള ബന്ധത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അത് എപ്പോഴും സുഖകരമായിരുന്നില്ല. 2013 നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയപ്പോൾ മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ് സഖ്യം ഉപേക്ഷിച്ചു പോയ നിതീഷിനെ മോദി ഒരിക്കലും മറന്നിട്ടില്ല. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ മോദി നൽകിയ പ്രളയ സഹായം അദ്ദേഹം തിരിച്ചയച്ചതും ഡൽഹിയിലെ നേതൃത്വം ഇപ്പോഴും ഓർക്കുന്നുണ്ടാകും. നിതീഷ് കുമാർ പിന്നീട് NDAയിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും മോദി ഒന്നും മറന്നിട്ടില്ല, ക്ഷമിച്ചിട്ടുമില്ല. ഇപ്പോൾ അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുകച്ചു പുറത്തു ചാടിക്കുന്നതിലൂടെ മോദി തന്റെ പഴയ എതിരാളിയോടുള്ള രാഷ്ട്രീയ കണക്ക് തീർക്കുകയാണ്. പാട്നയിലെ പഴയ പോരാളിയെ ഡൽഹിയിലെ ഒരു സുരക്ഷിത താവളത്തിലേക്ക് ഒതുക്കി മാറ്റുന്നതിലൂടെ മോദി തന്റെ വിജയം പൂർത്തിയാക്കിയിരിക്കുകയാണ്. പ്രാദേശിക ശക്തികളുമായുള്ള BJPയുടെ സഹകരണം ഒരു പ്രത്യേക രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനെ ഉപയോഗിക്കുക, വളരുക, ഒടുവിൽ വിഴുങ്ങുക എന്ന് വിശേഷിപ്പിക്കാം. സ്വാധീനമുള്ള പ്രാദേശിക കക്ഷികളെ കൂടെ കൂട്ടുക, അവരുടെ വോട്ട് ബാങ്ക് ഉപയോഗിച്ച് BJPയുടെ അടിത്തറ ഉറപ്പിക്കുക, പാർട്ടിയുടെ ശക്തി വർദ്ധിച്ചു എന്നുറപ്പാകുമ്പോൾ ആ സഖ്യകക്ഷിയെ തന്നെ ഇല്ലാതാക്കുക. ഈ തന്ത്രം നിതീഷ് കുമാറിന്റെ കാര്യത്തിലും കൃത്യമായി അവർ നടപ്പിലാക്കി. ശിവസേന മഹാരാഷ്ട്രയിൽ പിളർന്നതും പഞ്ചാബിൽ അകാലിദൾ ദുർബലമായതും ഇതിന് ഉദാഹരണങ്ങളാണ്. ഇത്തവണ പാട്നയിലും BJP ഇതേ പാതയിലാണ്. 2020 തെരഞ്ഞെടുപ്പിൽ ചിരാഗ് പാസ്വാനെ ഉപയോഗിച്ച് നിതീഷിനെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയപ്പോൾ തന്നെ ഈ വീഴ്ചയുടെ തുടക്കം കുറിച്ചിരുന്നു. എങ്കിലും അന്ന് അദ്ദേഹത്തിന്റെ ചില വോട്ട് ബാങ്കുകൾ ആവശ്യമായതിനാൽ മുഖ്യമന്ത്രിയായി തുടരാൻ BJP അനുവദിച്ചു. എന്നാൽ 2025 തെരഞ്ഞെടുപ്പ് വിജയിച്ചതോടെ BJPക്ക് ഇനി നിതീഷിനെ ആവശ്യമില്ലാതായി. ആധുനിക BJPയുടെ പ്രവർത്തന ശൈലിയിൽ പ്രാദേശിക സഖ്യകക്ഷികൾ എന്നത് താൽക്കാലികമായ ആവശ്യങ്ങൾ മാത്രമാണ്. അധികാരം പൂർണ്ണമായും ദേശീയ നേതൃത്വത്തിന്റെ കൈകളിലേക്ക് കേന്ദ്രീകൃതമാവുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നതെന്നും രാജ്ദീപ് സർദേശായി പറയുന്നുണ്ട്. ഒരിക്കൽ സുശാസൻ ബാബു എന്ന് വിളിപ്പേരുണ്ടായിരുന്ന നിതീഷ് കുമാർ ഭരണത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന നേതാവാണ്. എന്നാൽ അധികാരത്തിൽ തുടരാനായി അദ്ദേഹം നടത്തിയ നിരന്തരമായ ചുവടുമാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ വിശ്വാസ്യത തകർത്തു. RJDയുമായും BJPയുമായും മാറി മാറി സഖ്യം ചേർന്ന അദ്ദേഹത്തിന് ഒടുവിൽ ആർക്കും വേണ്ടാത്ത അവസ്ഥയായി. തന്റെ രാഷ്ട്രീയ ബുദ്ധി കൊണ്ട് BJPയെ വെട്ടിലാക്കാമെന്ന് നിതീഷ് കരുതിയിട്ടുണ്ടാകും. പക്ഷേ അതിനേക്കാൾ വലിയ ബുദ്ധിയും സ്വാധീനവുമുള്ള നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിന് മുൻപിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ബീഹാറിൽ ഇനിയൊരു BJP മുഖ്യമന്ത്രി സ്ഥാനാരോഹിതനാവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ഹിന്ദി ഹൃദയഭൂമിയിൽ BJPക്ക് ഇതുവരെ സ്വന്തമായി ഒരു മുഖ്യമന്ത്രി ഇല്ലാത്ത ഒരേയൊരു പ്രധാന ഇടമായിരുന്നു ഇത്. ആ കുറവ് ഇതോടെ പരിഹരിക്കപ്പെടും. നിതീഷിനെ പോലൊരു കരുത്തനായ നേതാവിന് പോലും സ്വന്തം പാർട്ടിയിലെ അട്ടിമറികളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്നത് ശ്രദ്ധേയമാണ്. നിതീഷിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്ന അട്ടിമറി മറ്റ് പ്രാദേശിക നേതാക്കൾക്കും സംഭവിക്കാമെന്നാണ് രാജ്ദീപ് മുന്നറിയിപ്പ് നൽകുന്നത്. ചന്ദ്രബാബു നായിഡുവിനെ പോലെയുള്ള കരുത്തരായ നേതാക്കൾ NDAയിലുണ്ട്. അവരെല്ലാം നിതീഷിന് സംഭവിച്ചത് ഗൗരവത്തോടെ ശ്രദ്ധിക്കുന്നുണ്ടാകും. കേന്ദ്രത്തിൽ വലിയ ശക്തിയുള്ള ഒരു പാർട്ടിയുമായി സഖ്യം ചേരുമ്പോൾ സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പ് അപകടത്തിലാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിതീഷ് കുമാർ ഇനി ഡൽഹിയിലെ വലിയൊരു ബംഗ്ലാവിലിരുന്ന് സജീവ രാഷ്ട്രീയത്തിന് പുറത്തുള്ള ജീവിതം നയിക്കും. ബീഹാറിലെ അധികാര ഇടനാഴികളിൽ അദ്ദേഹം അടയാളപ്പെടുത്തിയ 2 പതിറ്റാണ്ടുകൾ അവസാനിച്ചു.
സാധാരണ ജനങ്ങൾക്ക് അദ്ദേഹം ചെയ്ത വികസന കാര്യങ്ങൾ ഓർമ്മയുണ്ടാകാമെങ്കിലും നിരീക്ഷകർ അദ്ദേഹത്തെ ഓർക്കുക തന്റെ അവസരവാദ നിലപാടുകൾക്ക് സ്വന്തം സഖ്യകക്ഷി തന്നെ നൽകിയ തിരിച്ചടിയുടെ ഇരയായിട്ടായിരിക്കും. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ സുഹൃത്തുക്കളോ ശത്രുക്കളോ ഇല്ല എന്ന പ്രയോഗം നിതീഷിന്റെ കാര്യത്തിൽ ഏറ്റവും അർത്ഥവത്തായി മാറിക്കഴിഞ്ഞു. പക്ഷേ ഇവിടെ ശത്രുവും മിത്രവും ഒന്നായി മാറി അദ്ദേഹത്തെ പുറത്തേക്കുള്ള വഴി കാണിച്ചു എന്നതാണ് സത്യം. നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ അദ്ദേഹം എപ്പോഴും ഒരു സർവൈവർ ആയിരുന്നു. ഓരോ തവണയും അദ്ദേഹം കളം മാറുമ്പോൾ തന്റെ അധികാരം നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ BJP പ്രയോഗിച്ചത് നിശബ്ദമായ ഒരു നീക്കമാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയും പ്രായവും ഒരു കാരണമായി ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ മടുപ്പിക്കുകയും പദവി ഒഴിയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അമിത്ഷായുടെ തന്ത്രം. ഇതിനായി സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ ശത്രുക്കളെ സൃഷ്ടിക്കാനും BJPക്ക് കഴിഞ്ഞു. ബീഹാർ ഇനി ആരുടെ കൈകളിലാകും എന്നതാണ് അവശേഷിക്കുന്ന ചോദ്യം. BJPക്ക് തങ്ങളുടെ തനതായ രാഷ്ട്രീയ ശൈലി അവിടെ നടപ്പിലാക്കാൻ ഇനി തടസ്സങ്ങളില്ല.